നമസ്കാരം. ന്യൂസ് ഗ്ലോബ് ടി വിയിലേക്ക് സ്വാഗതം. നഷ്ടം 10 കോടി. ഖത്തർ ഷോ റദ്ദാക്കിയതിന് കാരണം സ്പോൺസർമാർ. ഷോ നടക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് സ്റ്റേഡിയം അടച്ചുപൂട്ടി. അമ്മയുടെ ഖത്തർ ഷോ റദ്ദാക്കിയതോടെ നഷ്ടം 10 കോടി. മോളിവുഡ് മാജിക് എന്ന ഷോയ്ക്ക് 4000-ഓളം ടിക്കറ്റുകളാണ് വിറ്റുപോയത്. സ്പോൺസർമാരുടെ പിടിപ്പുകേടാണ് ഈ ഷോ റദ്ദാക്കിയതിന് കാരണം എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇത് 2ാം തവണയാണ് ഖത്തർ ഷോ മുടങ്ങുന്നത്. പരിപാടി നടക്കാനിരുന്ന സ്റ്റേഡിയത്തിൻ്റെ വാടക നൽകാത്തതിനാൽ ഷോ നടക്കാതിരുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുന്നേ അധികൃതർ സ്റ്റേഡിയം അടച്ചുപൂട്ടി. മാത്രമല്ല, ഷോ നടത്താനായി ഖത്തർ ഭരണകൂടത്തിൻ്റെ അനുമതി നേടിയിട്ടുമില്ല. പണം നൽകാത്തതിനാൽ സ്റ്റേഡിയത്തിൽ പാർക്ക് ചെയ്യാൻ അനുവദിച്ചിരുന്നതുമില്ല. അതുകൊണ്ട് തന്നെ ഷോ കാണാനെത്തിയ പ്രേക്ഷകർ കിലോമീറ്ററുകൾ അകലെയാണ് വണ്ടികൾ പാർക്ക് ചെയ്തിരുന്നത്. ആളുകൾ എത്തിയതോടെയാണ് അധികൃതർ സ്റ്റേഡിയം അടച്ചിട്ടത്. ടിക്കറ്റ് എടുക്കുന്നവർക്ക് ഇവൻറ്റ് മാനേജ്മെൻറ്റ് കമ്മിറ്റി പണം തിരികെ നൽകുകയും ചെയ്തു. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന് വേണ്ടിയുള്ള ധനസമാഹരണത്തിന് വേണ്ടി ആയിരുന്നു മോളിവുഡ് മാജിക് നടത്താനിരുന്നത്. ഈ ഷോ പൊളിഞ്ഞതോടെ സംഘടനയ്ക്കായി അമ്മ മൾട്ടി സ്റ്റാർ സിനിമ ചെയ്യും. അതേസമയം കഴിഞ്ഞ നവംബർ 17-നായിരുന്നു ഷോ ആദ്യം നിശ്ചയിച്ചിരുന്നത്. ദോഹയിലെ 974 ആയിരുന്നു വേദി. എന്നാൽ പലസ്തീൻ ഇസ്രായേൽ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ഗവൺമെൻറ് ഷോ നിർത്തിവെക്കാനുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുകയായിരുന്നു. അതിനുശേഷമായിരുന്നു മാർച്ച് 7-ന് പരിപാടി നടത്താൻ തീരുമാനിച്ചത്. എമ്പുരാൻ സിനിമയുടെ ഷെഡ്യൂൾ പൂർത്തിയാക്കിയാണ് മോഹൻലാലും പൃഥ്വിരാജും പരിപാടിക്ക് എത്തിയത്. മമ്മൂട്ടിയും 7-ന് തന്നെ ഖത്തറിൽ എത്തിയിരുന്നു. ജയറാം, ദിലീപ്, ജയസൂര്യ, കുഞ്ചാക്കോ ബോബൻ, ഹണി റോസ്, അപർണ ബാലമുരളി, നീത പിള്ള, കീർത്തി സുരേഷ് തുടങ്ങി മലയാള സിനിമാ താരങ്ങളിലെ വലിയൊരു വിഭാഗവും പങ്കെടുക്കേണ്ടിയിരുന്ന പരിപാടിയാണിത്. മാത്രവുമല്ല, കലാപരിപാടികളുടെ പരിശീലനത്തിനായി 200-ഓളം താരങ്ങൾ നേരത്തെ എത്തിയിരുന്നു.